ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റോറീസ്. അപ്പം നമ്മളിവിടെ എവിടെയാണെന്നറിയോ? നമ്മൾ മൂന്നാറാണ് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് തേയിലത്തോട്ടം കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ മൂന്നാറാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ആലോചിച്ച് വെച്ചൊരു ട്രിപ്പായിരുന്നു. ഞാൻ നീണ്ടു പോയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പം നമ്മൾ അങ്ങ് അവസാനം ഫൈനൽ നമ്മൾ മൂന്നാറാട്ടെ. ഇപ്പം നല്ല തണുപ്പായി, എന്താ നല്ല ആംബിയൻസ് ആണെന്നറിയോ. നിങ്ങൾ മസ്റ്റ്, ഇപ്പോൾ പിള്ളേർക്ക് വെക്കേഷനൊക്കെ ആയാലോ, സോ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാട്ടോ മൂന്നാർ. അതുമാത്രമല്ല നമ്മുടെ നാട്ടിലെ ചൂടിൽ നിന്നൊക്കെ കുറച്ച് ആശ്വാസം കിട്ടും മൂന്നാർ വന്നാൽ. ലൈക്ക് വെരി വെരി പ്രിട്ടി, അങ്ങനെ നല്ലൊരു ആംബിയൻസും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഫുൾ കോട നിറഞ്ഞിരിക്കുന്ന സമയമാണ്. നമ്മൾ മൂന്നാറിയിട്ടൊക്കെ വരുമ്പോൾ 2 ഡേ ട്രിപ്പായിട്ടാട്ടോ വരേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വൈകുന്നേര സമയത്ത് വന്നാൽ മോനെ പൊളിയായിരിക്കും. കോടയൊക്കെ കണ്ട് നമുക്ക് സ്റ്റില്ലടിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ കാണുന്നത് ടാറ്റയുടെ ഫീൽഡ് നമ്പർ 1 ആട്ടോ. ഇത് ഫുൾ ടാറ്റ കമ്പനിയുടെ തേയിലത്തോട്ടങ്ങളാട്ടോ. ഇവിടെ തന്നെ കുറേ ടൈപ്പ് ഓഫ് ടീ ഫാക്ടറീസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ റിപ്പിൾ ടീ, ലക്ഷ്മി, കണ്ണൻദേവൻ, അങ്ങനെ കുറേ. പിന്നെ നമ്മൾ റൂമിലൊക്കെ ഫ്രഷായിട്ട് പോയി നമ്മൾ നേരെ വന്നേക്കുന്നത് നമ്മളെ ബൊട്ടാനിക്കൽ ഗാർഡനിലാട്ടോ. ഞാൻ മൂന്നാറിട്ട് വരുമ്പോൾ കുറച്ച് വൈകുന്നേരമായിട്ട് വരാൻ പറഞ്ഞ മെയിൻ കാരണം ബൊട്ടാനിക്കൽ ഗാർഡനാട്ടോ. ബിക്കോസ് ഇവിടെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉണ്ട്. അത് 7 മണിക്കും 8 മണിക്കുമാണ്. അത് ഒരു സീൻ സംഭവമാണ്, നമ്മൾ കാണേണ്ട സംഭവമാണ്. അതുകൊണ്ട് അപ്പോൾ ആ ടൈമിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിന്നെ ബൊട്ടാനിക്കൽ ഗാർഡനിലെ ഒരാളുടെ എൻട്രി ഫ്രീ 100 രൂപയാട്ടോ. അത് മാത്രമല്ല, 10 വയസ്സിന് താഴെയുള്ള പിള്ളേർ എന്ന് വെച്ചാൽ 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് 50 രൂപയാട്ടോ എൻട്രി ഫീ. പിന്നെ ഞങ്ങൾ നേരെ ഓടിപ്പോകുന്നത് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനിലെ ആ ഒരു മ്യൂസിക്കൽ ഫൗണ്ടെയിൻ കാണാനാട്ടോ. കറക്റ്റ് ഞങ്ങൾ വന്നപ്പോൾ 8 എന്ന് വെച്ചാൽ ഒരു 7:55 അങ്ങാണ്ടായി. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഓട്ടമായിരുന്നു. മ്യൂസിക്കൽ ഫൗണ്ടെയിൻ കാണാൻ നിൽക്കുന്ന ആൾക്കാരാട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അത്രയും ഒരു നല്ലൊരു സംഭവമാട്ടോ ഈ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ. അപ്പം നിങ്ങളത് കണ്ടിട്ട് വാ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു? അപ്പോൾ ഇതൊക്കെ കാണാൻ നിങ്ങൾ മൂന്നാറൊക്കെ വരണം. പിള്ളേരായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പിന്നെ കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ അവിടുത്തെ സിനിമാ പാട്ടാണ് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് ഇതാതിരിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ആ മ്യൂസിക്കൊക്കെ ഒന്ന് കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇവിടെ ഒരു ആനയുടെയൊക്കെ ഒരു ശില്പമുണ്ട്, അപ്പോൾ അത് കാണാൻ പോയി. അതുമാത്രമല്ല, ഇവിടെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. ഇപ്പോൾ ഹാർട്ടിൻ്റെ, സ്റ്റാറിൻ്റെ, നമ്മൾ നേരത്തെ കണ്ടല്ലോ ബ്ലൂ സ്റ്റാർ, അങ്ങനെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുത്ത് ഗാലറിയിലെ സ്റ്റോറേജ് തീർക്കാം. അതേപോലെ ഫോട്ടോസ് എടുക്കാനുള്ള കുറേ ഫ്രെയിംസ് ഉണ്ട്. പിന്നെ ഇവിടെ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. ഇപ്പോൾ സൺഫ്ലവർ, റോസ്, നമ്മൾ പേര് കേൾക്കാത്ത കുറേ ഫ്ലവറുണ്ട്. ഊട്ടിപ്പൂ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഫ്ലവേഴ്സ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്കിവിടെ നിങ്ങൾ കണ്ട ആ ഒരു വലിയൊരു ബ്രിഡ്ജ് പോലെ കണ്ടില്ലേ? ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിട്ട് ആദ്യം വന്ന ആ ഒരു ബ്രിഡ്ജ് നമുക്ക് ഗ്യാപ്പ് റോഡിൽ ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ വലിയൊരു വായിക്കാത്തും കണ്ണിനകത്തും ലേസർ വെച്ചൊരു ഡൈനസോറൻസിനെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇത് താമരയാട്ടോ. ഈ താമരേനെ കണ്ടപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞത് ജാക്ക് ഫ്രൂട്ടും പൊട്ടി ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പോലെ തോന്നിയെന്നാണ്. പിന്നെ ഉള്ളി എന്ന് പറഞ്ഞ് പിന്നെ അത് താമരയാണെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ അല്ലേക്കൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറേ ചെടികളും ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെ കുറേ കണ്ടു കേട്ടോ.
ഇവിടെയൊക്കെ കണ്ടോ വെറൈറ്റീസ് ഓഫ് പൂക്കളുണ്ട്. നമ്മൾ പഠിച്ച കുറേ ആൻറ്റിയസ് അങ്ങനെ ഒരു പൂവുണ്ട് കേട്ടോ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ടെക്സ്റ്റിലൊക്കെ ഇതൊക്കെ പറ്റി പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഈ സംഭവം നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കുറേ പൂക്കളുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇവിടുത്തെ റോസയൊക്കെ ഭയങ്കര വലിയതാട്ടോ. പിന്നെ നമ്മൾ നേരെ പോയപ്പോൾ നമ്മുടെ സൂര്യകാന്തി ചെടികൾ കണ്ടു. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞില്ല ഹാർട്ടിൻ്റെയൊക്കെ ഫോട്ടോ ഫ്രെയിമുള്ള സ്ഥലം, അത് ഇതാട്ടോ. പിന്നെ മൂന്നാറിൽ പോകുന്ന ആൾക്കാർ ഹുഡിയോ സ്വെറ്റർ എന്തെങ്കിലും കരുതണം. നാട്ടിലെ ചൂട് അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് പോയത്, നല്ല തണുപ്പാട്ടോ. പിന്നെ ഇത് വെറൈറ്റീസ് ഓഫ് കാക്ടസ് ആട്ടോ. നമ്മളിങ്ങനെ കാർട്ടൂണിലൊക്കെ കാണില്ല, ഒരു 2 കൈ ഒരു മുഖം പോലെ ഒരു ഹെഡ് പോലെയൊക്കെ കാണുന്ന കാക്ടസ്, അതേപോലെ കുറേ കാക്ടസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ തന്നെ വേറൊരു ഫോട്ടോ ഫ്രെയിം ആട്ടോ ഇത്, വി ഇൻ മൂന്നാർ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് നേരെ പോയപ്പോൾ പിന്നെയും ഫോട്ടോ ഫ്രെയിം. എൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ പോലൊരു ഇതും കണ്ടു കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ഹാർട്ടിൻ്റെ ഫോട്ടോ ഫ്രെയിം കണ്ടോ, അവിടെ നിറച്ച് പൂക്കളായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പാർക്കിയിട്ട് പോയി. ഇവിടെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാനുള്ള പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാർക്കിൽ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. ഇടുക്കി വീഡിയോസും ഇടമലയാർ വീഡിയോസും ബുദ്ധതങ്കൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ മലയണ്ണാൻ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങളത് കണ്ടല്ലോ ഗൈസ്, ഇതാണ് മലയണ്ണൻ. പിന്നെ നമ്മൾ ഡേ 2 ആണിന്ന്. അപ്പോൾ നമ്മളിന്ന് വട്ടവട റൂട്ടിയിട്ട് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് വട്ടവടയൊക്കെ നമ്മൾ കാണേണ്ടതാണ്. കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് നമ്മൾ വട്ടവടേനെ പറയുന്നത്. അതേപോലെ കറക്റ്റ് നമ്മൾക്ക് അത് പറയാം. ഇറ്റ്സ് വർത്ത്, നല്ല രസമാട്ടോ. പിന്നെ ഇവിടെ ഒരു വഴി കൂടെ നമുക്ക് തേയിലത്തോട്ടത്തിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. രാവിലെ ആയതുകൊണ്ട് നല്ല ആംബിയൻസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കോട കൊണ്ട് അവിടെ മൂടി കിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു, നമ്മൾ ഷോർട്സ് എടുത്തു. ഷോർട്സൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക കേട്ടോ. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം അങ്ങ് ഇരുന്നു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. മൂന്നാർ ടൗണിൽ നിന്ന് വട്ടവടയിട്ട് കറക്റ്റ് ഒരു 43 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി നമുക്ക് വട്ടവടയിട്ട് പോണ എല്ലാ സ്ഥലവും നമുക്ക് ചുറ്റി കണ്ട് നല്ല ആംബിയൻസോടെ തിരിച്ചു വരാം. അതുമാത്രമല്ല വട്ടവടയിട്ട് പോകുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് BSNL മാത്രമേ അവിടെ റേഞ്ച് ഉള്ളൂ കേട്ടോ. അതുമാത്രമല്ല വട്ടവടയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് പെട്രോൾ മൂന്നാർ ടൗണിൽ നിന്ന് ഇപ്പം നമ്മൾ നിൽക്കണമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് കുറച്ച് ദൂരം വരെ നമുക്ക് പെട്രോൾ പമ്പ്സൊക്കെ കാണാം. അവിടെ നിന്ന് ഭാരത് പെട്രോളിയത്തിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മൾ പെട്രോൾ ഫുൾ ടാങ്കൊക്കെ അടിച്ചിട്ട് പോവുക. അല്ലെങ്കിൽ വട്ടവട ടോപ്പ് സ്റ്റേഷൻ കുണ്ടല ഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ എവിടെയും പെട്രോൾ പമ്പ് കാണത്തില്ല. സോ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ജാഗ്രതയായിട്ട് പോവുക. അതുമാത്രമല്ല കടകളൊക്കെ കുറവായിരിക്കും. പിന്നെ അവിടെ ഇങ്ങനെ ഒമിനിയിലൊക്കെ കൊണ്ട് എല്ലാവരും ഫുഡൊക്കെ ബിരിയാണിയൊക്കെ കൊടുക്കും. അതൊക്കെ നല്ല ബിരിയാണിയാട്ടോ. പിന്നെ നമ്മൾ പോണ വഴിക്ക് അവിടെ കുഞ്ഞു കുഞ്ഞു തേയിലച്ചെടികളാട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത്, അതിൻ്റെ കുഞ്ഞ്. പിന്നെ നമ്മൾ ഈ ഓരോ മലനിരകളുടെയും തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ട് പോകുക കേട്ടോ. നമ്മൾ ഗ്യാപ്പ് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് കണ്ണൻദേവൻ്റെ ടീ ഫാക്ടറി ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. അതിന് എൻട്രി ഫീ 100 രൂപയാട്ടോ. അവിടെ നമുക്ക് ഈ തേയില കിള്ളുന്ന ആൾക്കാരുടെയൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് തരും, നമുക്ക് അതൊക്കെ ഫോട്ടോ എടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് മാട്ടുപ്പെട്ടി ഡാമാണ്. നമ്മളെല്ലാവരും മാട്ടുപ്പെട്ടി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് മടുപ്പെട്ടിയോ അങ്ങനെ മടുപ്പെട്ടി ഡാം അങ്ങനെ ആട്ടോ. സോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. എന്തൊക്കെയായാലും ചില ആൾക്കാരൊക്കെ മാട്ടുപ്പെട്ടിനെ വിളിക്കുന്നുള്ളൂ. ബിക്കോസ് നമ്മളങ്ങനെ വിളിച്ചു പോയി നമുക്ക് ആ ഒരു എഫക്റ്റ് ആ ഒരു ഊർജ്ജം കിട്ടണമെങ്കിൽ മാട്ടുപ്പെട്ടിനെ
പിടിച്ചപ്പോഴേ ഒരു ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഈ മാട്ടുപ്പെട്ടി ഡാമൊക്കെ സിനിമയിലൊക്കെ കാണാം. ഈ മാട്ടുപ്പെട്ടി ഡാം ഹൈഡ്രോ ഇലക്ട്രിക്കിൻ്റെ ഡാമാട്ടോ. അതുമാത്രമല്ല ഇവിടെ പല ടൈപ്പ് ബോട്ടിംഗ് ഉണ്ട്. ലൈക്ക് കയാക്കിങ്, പെഡൽ ബോട്ട്, സാദാ ബോട്ടിംഗ് അങ്ങനെ. പിന്നെ നമ്മൾ ഇവിടെ മാട്ടുപ്പെട്ടി ഡാമിൽ പോണ സമയത്ത് അവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഒരു ഷട്ടറിന് തന്നെ ഇത്രയും ഫോഴ്സ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഷട്ടറിനൊക്കെ എന്തായിരിക്കും ഗൈസ്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റീൽ ആ ഒരു കമ്പിയിലൊക്കെ പിടിക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നെ നിങ്ങൾ മൂന്നാർ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അഥവാ അധികം ആംബിയൻസ് കിട്ടിയില്ലെങ്കിൽ വട്ടവടയിലൊക്കെ പോകുമ്പോൾ നഷ്ടമാണ്. ഒരു ആംബിയൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പോകരുത് ഗൈസ്. ഇറ്റ്സ് വെരി വർത്ത്ഫുൾ. നമുക്ക് നന്നായിട്ട് കാണാം. അതുമാത്രമല്ല മൂന്നാറിലെ ക്ലൈമറ്റ് എല്ലായിരിക്കും വട്ടവടയിൽ കുറച്ചും കൂടി നല്ല മൂന്നാറിലെക്കാട്ടും തണുപ്പും ഉണ്ടാകും കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ എക്കോ പോയിൻ്റിട്ട് പോണ സമയത്തായിരുന്നു നമ്മളൊരു പുൽത്തകഴി കണ്ട്. എന്നെ മുകളിൽ കുറേ കന്നുകാലികളുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് പൈൻ ഫോറസ്റ്റ് ആട്ടോ. നമ്മൾ അതിൻ്റെ നടുക്ക് കൂടെ ഒരു റോഡിൽ പോകുക കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മറ്റേ ക്ലാസ്മേറ്റ്സിലെ പാടില്ലേ, അതായത് കാറ്റാടി തണലും തണലത്തര മതിലും, ആ ഒരു പാട്ടൊക്കെ ആയിട്ട് ഓർമ്മ വരുന്നത്. പിന്നെ നമ്മൾ എക്കോ പോയിൻ്റ് എത്തി. ഇവിടെ നമ്മൾ എത്ര ഒച്ചയിൽ എന്ത് പറഞ്ഞാലും നമുക്ക് എക്കോ ആയിട്ട് കേൾക്കും കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. അതുമാത്രമല്ല എക്കോ പോയിൻറ്റിലുള്ള അവിടുത്തെ വെള്ളത്തിനും നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറേ ഷോർട്സ് എടുത്തു. എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മൾ വട്ടവടയിട്ട് ടോപ്പ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ നമ്മൾ ഇങ്ങനെ നല്ല വ്യൂ കണ്ടപ്പോൾ നമ്മളവിടെ കാറ് നിർത്തിയിട്ടൊന്ന് ഇറങ്ങി ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. കണ്ടോ, ഇത്രയും വലിയ മലകളൊക്കെയാണ് ഉള്ളത്. വട്ടവടയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ പോകണം, അന്നാണ് നമുക്ക് ബ്ലോക്ക് കിട്ടാതെ പോകത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അധികം ബ്ലോക്ക് കിട്ടിയില്ല. നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ വട്ടവടയ്ക്കൊക്കെ മുമ്പ് കുണ്ടല ഡാം ഉണ്ട് കേട്ടോ. അവിടെയും ഇതേപോലെ തന്നെ കയാക്കിങ്, പെഡൽ ബോട്ട് അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ പിന്നെ എക്കോ പോയിൻറ്റിലൊക്കെ ആനകൾ വെള്ളം കുടിക്കാനൊക്കെ വരും കേട്ടോ. വട്ടവട ആകുമ്പോൾ നമുക്ക് അതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ചെന്നിട്ട് നമുക്ക് എവിടെയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ പൊയ്ക്കൊണ്ടിരിക്കണം. അത് മാത്രമല്ല വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ കേട്ടോ, 6 to 6. പിന്നെ ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ട് നമ്മൾ അഥവാ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ വട്ടവടയിൽ അവിടെയായിട്ട് നമ്മളൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിട്ട് അങ്ങ് വിടും. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് രാത്രിയൊക്കെ ആകുമ്പോൾ, രാവിലെയും രാത്രിയൊക്കെ ആകുമ്പോൾ ഇവിടെ ചില കാട്ടുപോത്തുകളൊക്കെ വരും. പിന്നെ നമ്മൾ വട്ടവടയിൽ ആ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്കിവിടെ വെജിറ്റബിൾ ഫാമാട്ടോ. ഇപ്പോൾ അത് ഓഫ് സീസൺ ആട്ടോ, അതുകൊണ്ട് അവർ ജസ്റ്റ് കൃഷി ചെയ്തിട്ടേ ഉള്ളൂ. ഇനി അത് വിളഞ്ഞൊക്കെ വരുമ്പോൾ കുറേ നാളൊക്കെ കഴിയും. പിന്നെ നമ്മൾ അവിടെ തന്നെ ഒരു സിപ്പ് ലൈൻ കണ്ട്. അപ്പോൾ നമ്മളവിടെ കയറാമെന്ന് വിചാരിച്ചു. ഒരാൾക്ക് സിപ്പ് ലൈനിൽ 500 രൂപ ആട്ടോ ഫീ. അപ്പോൾ ഞാനും ചേട്ടാനും ആട്ടോ കയറുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ കുഞ്ഞു പിള്ളേർക്കായാലും കയറാം. പക്ഷേ കുഞ്ഞു പിള്ളേർക്ക് കയറുമ്പോൾ ഒറ്റയ്ക്ക് ഇവർ വിടത്തില്ല. നമ്മുടെ കൂടെ ഒരു ഗാർഡിനെയും കൂടി ഇവർ വിടും. ഗാർഡ് ആ കുഞ്ഞു പിള്ളേരെയൊക്കെ ഇങ്ങനെ പിടിച്ച് നമുക്ക് സിപ്പ് ലൈനിൽ നമുക്ക് ആരും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കേട്ടോ ഇത് കാണിച്ച്. നമ്മൾ കാട്ടിൻ്റെ ആ സ്ഥലത്തൊക്കെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല തണുപ്പ്, നല്ല കാറ്റും, നല്ല താഴോട്ടൊക്കെ നോക്കുമ്പോൾ വാവ്. പിന്നെ അവിടെ തന്നെ കുരങ്ങനൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയ സമയത്ത്. പിന്നെ നമുക്ക് ഈ സിപ്പ് ലൈൻ 500 രൂപയിൽ വർത്താണ്. ബിക്കോസ് നമുക്ക് അങ്ങോട്ടും പോകാം, തിരിച്ച് അതേപോലെ ഇങ്ങോട്ടും വരാം. അയ്യോ നല്ല രസമായിരുന്നു. എനിക്ക് പിന്നെ വെയിറ്റുള്ള ഇച്ചിരി കുറവായതുകൊണ്ട് അവർ പറഞ്ഞ് ചേട്ടൻ എൻ്റെ ഒരു ബെൽറ്റ് പിടിച്ചിട്ട് അങ്ങ് വലിച്ചാൽ മതി, ഞാനപ്പോൾ ഓക്കെ ആയിട്ട് വന്നോളൂന്ന്. പിന്നെ ഞങ്ങൾ സിപ്പ് ലൈനിലേക്ക് ഇറങ്ങി. ഞങ്ങൾ നേരെ പോകുന്നത് സ്ട്രോബെറി ഫാമിട്ടാട്ടോ.
അവിടെയും ഓഫ് സീസൺ ആയിരുന്നു, എല്ലാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ അവിടെയും കുറച്ച് സ്ട്രോബെറികളൊക്കെ കണ്ടോ ഇതേപോലെ സ്ട്രോബെറീസ്. പിന്നെ അതുമാത്രമല്ല അവിടെ ഊട്ടിപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ നല്ല രസമായിരുന്നു കേട്ടോ ഊട്ടിപ്പൂവൊക്കെ കണ്ടിട്ട്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് കുറേ ഈ സ്ട്രോബെറീസ് കുറേ മൂത്തിട്ടുമുണ്ട്. നല്ല റെഡിഷ് കളറായിട്ട് നല്ല വലിയ സ്ട്രോബെറീസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ക്യാബേജും അങ്ങനെ കുറേ ഇതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഊട്ടിപ്പൂ മാത്രമല്ല ഒരു വലിയ 2-3 റോസസും ഉണ്ടായിരുന്നു. വട്ടവട ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ. അവിടെ കുറേ കോകിലുകളും പിന്നെ കൃഷിയിടങ്ങളും ഒക്കെ കാണാം. അങ്ങനെ സ്ട്രോബെറി ഫാം, ഹണി മ്യൂസിയം അങ്ങനെ കുറേ കാണാം. വെജിറ്റബിൾ ഗാർഡൻ കാണാം. പിന്നെ വാട്ടർഫാൾസ് ഒക്കെ കാണാം കേട്ടോ. ഈ വാട്ടർഫാൾസിൻ്റെ ഒക്കെ അടുത്ത് പോകണമെങ്കിൽ നമുക്ക് ജീപ്പ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. കുറേ ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്. ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് 2500 തൊട്ടാണ് കേട്ടോ. ഇവർ എല്ലാ സ്ഥലവും കാണിക്കും. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാം വട്ടവടയിലെ ഓഫ് റോഡായിട്ടുള്ള എല്ലാ സ്ഥലവും കാണിക്കും. അപ്പോൾ വട്ടവടയിട്ട് വരുന്ന ആൾക്കാർ ജീപ്പ് ട്രക്കിങ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. നമ്മൾ പിന്നെ വട്ടവടയിൽ നിന്ന് തിരിച്ച് നമ്മൾ ടോപ്പ് സ്റ്റേഷനിട്ട് പോകാം കേട്ടോ. നമ്മൾ വരണ വഴിക്ക് ടോപ്പ് സ്റ്റേഷനിൽ ഭയങ്കര തിരക്കായിരുന്നു. സോ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ നേരെ വട്ടവടയിട്ട് വന്നു. അപ്പോൾ വട്ടവടയിൽ നിന്ന് തിരിച്ച് പോകുന്ന സമയത്ത് ടോപ്പ് സ്റ്റേഷനിൽ തിരക്കൊന്നുമില്ല. സോ നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിട്ടാട്ടോ പോകണത്. അതുമാത്രമല്ല ഇവിടെ വെജിറ്റബിൾ ഗാർഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറേ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ തേയിലകൾ ഇതൊക്കെ നമുക്ക് ഫ്രഷായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇവിടെ നല്ല കൃഷിയൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മൾ പോണ വഴിക്ക് നമ്മൾ കുതിരേനെയൊക്കെ കണ്ടു കേട്ടോ. നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു വന്നിട്ട് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തി കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാടും മൂന്നാർ ടൗണും വട്ടവടയൊക്കെ കേരളത്തിലുമാണ്. അത് ചിലപ്പോൾ ടോപ്പ് സ്റ്റേഷൻ ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയി കാണും. അതായിരിക്കും ഇങ്ങനെ ഇടയ്ക്ക് വന്നത്. ഈ ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ നമുക്ക് എൻട്രി ഫീ അല്ല കേട്ടോ. ഏറ്റവും മുകളിൽ പോയിന്ന് കാണാനില്ല അവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. അത് 20 രൂപയാട്ടോ പെർ ഹെഡ്. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് അവിടെ ഉള്ളത്. ഇവിടെ ഭയങ്കര കോടയാട്ടോ. അവിടെ തന്നെ നമുക്ക് വഴിയിടത്തിൽ കുറേ കടകളുണ്ട്. കുറേ ഉള്ളത് നമ്മുടെ കണ്ണട, സൺഗ്ലാസസിൻ്റെയൊക്കെ ഒരു കട, പിന്നെ ചോളം, മാഗി, നമ്മുടെ പൈനാപ്പിൾ അങ്ങനെയാട്ടോ. അങ്ങനെ കുറേ കടയുണ്ട്. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ കടയുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. നമ്മളിവിടെ വരുന്ന ആൾക്കാർ റോഡ് സൈഡിൽ നിന്നുള്ള ചോക്ലേറ്റ് മേടിക്കരുത്. ബിക്കോസ് അവിടെ കിലോയ്ക്ക് നല്ല റേറ്റാണ്. ബട്ട് നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി പോവുകയാണെങ്കിൽ നമുക്ക് ലാഭമാട്ടോ. നമ്മൾ കിലോയ്ക്ക് അവർ വേർത്തായിട്ടുള്ള പ്രൈസ് വെച്ച് തരത്തുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ കോണും പൈനാപ്പിൾ ഉപ്പുമുളക് ഇട്ടതൊക്കെ കഴിച്ചു. അതുമാത്രമല്ല സാധാരണ ആൾക്കാർ ടൂർ വരുന്ന സമയത്ത് വൺ ഡേ ടൂറൊക്കെ വരുമ്പോൾ ആൾക്കാർ ടോപ്പ് സ്റ്റേഷൻ വരെ വരാറുള്ളൂ. പിന്നെ അവർ തിരിച്ചു പോകും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വട്ടവട വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ വന്ന ട്രിപ്പിനൊരു വർത്ത്ഫുൾ ഉണ്ടാകും കേട്ടോ. അതുമാത്രമല്ല ഈ വട്ടവടയിട്ട് ഇപ്പോൾ KSRTC ബസ്സിൻ്റെ ഉല്ലാസയാത്ര എന്നൊക്കെ പറഞ്ഞ് കുറേ വരുന്നുണ്ട്. അത് എന്തോ ഒരാൾക്ക് 220 റുപ്പീസ് ആട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ കുറേ ഞങ്ങൾ KSRTCസും കണ്ടായിരുന്നു. നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നില്ലേ, അവിടെയാട്ടോ നമ്മുടെ പാമ്പാടുംശോല നാഷണൽ പാർക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട തന്നെ ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വട്ടവടയും പോയിട്ട് ടോപ്പ് സ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പിട്ട് കയറുക കേട്ടോ. അവിടെ ആട്ടോ നമുക്ക് 20 റുപ്പീസ് എൻട്രി ഫീ എന്ന് പറഞ്ഞുള്ളത്. നമ്മളപ്പോൾ കയറുമ്പോഴുള്ള ഒരു വ്യൂ ആട്ടോ ഇപ്പോൾ നിങ്ങൾ കാരണം കയറി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും സെയിം വ്യൂസ് ആട്ടോ.
കണ്ട് ഇവിടെ ഫുള്ളും കോടയാട്ടോ. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ മോനെ സൂപ്പറായിരിക്കും. നല്ല തണുപ്പും നല്ല ഒരു ആംബിയൻസൊക്കെ കൂടെ കാണുമ്പോൾ ആഹാ നല്ല രസമായിരുന്നു കേട്ടോ. സമ്മർ വെക്കേഷൻസിനൊക്കെ നമുക്ക് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ മൂന്നാറൊക്കെ. അപ്പോൾ എല്ലാവരും സമ്മർ വെക്കേഷനൊക്കെ ആകുമ്പോൾ പിള്ളേരെയൊക്കെ കൂട്ടി മൂന്നാറൊക്കെ വരിക കേട്ടോ. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലൊക്കെ ഇറങ്ങി നമ്മൾ പോണ വഴിക്കാട്ടോ കണ്ടത്. ക്യാരറ്റ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് അവർ പറയുന്നത് നേരെ കാണുന്ന ഒരു കുഞ്ഞു കൊളുക്ക് പോലുള്ളൊരു മലയില്ലേ, അതാട്ടി കൊളുക്ക് മല. അവിടെ നമുക്ക് രാവിലെ പോയിട്ട് സൺറൈസൊക്കെ കാണാൻ നല്ലതാണ്. 4 മണി 5 മണി സമയത്ത്. അവിടെ പോകണമെങ്കിൽ നമ്മൾ നേരത്തെ കൊളുക്കുമലയിൽ പോയിട്ട് സ്റ്റേ ചെയ്യണം. സ്റ്റേ ചെയ്തിട്ട് രാവിലെ ആകുമ്പോൾ നമ്മൾ പോയി അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഗൈസ് നമ്മളിപ്പോൾ തിരിച്ച് മൂന്നാർ ടൗണിൽ എത്തിയിട്ടോ. പിന്നെ മൂന്നാറിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് കുറേ ബ്ലോക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ കരുതിയിട്ട് വേണം നമ്മൾ വരാൻ. പിന്നെ നമ്മൾ മൂന്നാറിലെ ടൗണിൻ്റെ അടുത്തായിട്ട് നമ്മൾ റിപ്പിൾ ടീയുടെ ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് കുറച്ച് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചു. പല ബ്രാൻഡിൻ്റെ പല ടൈപ്പ് ഓഫ് ചായപ്പൊടീസും മറ്റേ ചന്ദനത്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലടിച്ചു വിളിക്കുക. ബൈ.